ഹായ് ഗൈസ്, ചെമ്പനീർ പൂവ് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയുടെ പുതിയ തീരുമാനത്തിൽ രേവതി നല്ല ഹാപ്പിയാണ്. പഴയ പോലെ അവരിപ്പോഴും ടെറസിൽ തന്നെയാണ് കിടക്കുന്നത്. രേവതി സച്ചിയോട് പറയുന്നത്, എന്തായാലും കട അച്ഛന്റെ കയ്യിൽ തന്നെ വന്നത് നന്നായി അല്ലേ സച്ചിയേട്ടാ? അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് എവിടെയും പോകാതെ അച്ഛന്റെ കയ്യിൽ തന്നെ വന്നില്ലേ? ഇനി അത് വെച്ചടി വെച്ചടി കയറ്റുമായിരിക്കും എന്ന് പറയുന്നു. ഇവിടെ ശ്രുതിയോടും സുധിയോടും ചന്ദ്രമതി പറയുന്നത് കട അച്ഛന്റെയാണ്, ഓണർ അച്ഛനാണ് എന്ന്. ഇനിയൊന്നും മാറ്റി പറയാനും പറ്റില്ലല്ലോ, അതിന് സച്ചി സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി പോകുന്നു. പിന്നീട് കുറച്ചു ദിവസം മുമ്പത്തെ പോലെ രേവതി മിക്സറും തിന്നുകൊണ്ട് സോഫയിൽ ഇരുന്ന് TV കാണുകയായിരുന്നു. ചന്ദ്രമതി ഓടി വന്ന്, എണീക്കടി ഇവിടുന്ന് എന്ന്. അമ്മേ, ഇത് ഞാനാണ് രേവതി എന്ന് പറയുമ്പോ, അറിയാം, ആളെ അറിയാതിരിക്കാൻ അത്രയ്ക്ക് വയസ്സൊന്നും എനിക്കായിട്ടില്ല, തിന്നുകൊണ്ട് ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നു, അടുക്കളയിൽ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ച് പണ്ടത്തെ പോലെ ആട്ടി പായിക്കുന്നുണ്ട് രേവതിയെ. ഇത് രവിയേട്ടനും സച്ചിയും ഒക്കെ കാണുന്നുണ്ട്. നമ്മുടെ ചന്ദ്രമതി വീണ്ടും പഴയ ചന്ദ്രമതിയായി. ശങ്കരൻ പിന്നെയും തെങ്ങുമേൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ. ഏതായാലും കഷ്ടമായി പോയി. കുറച്ചു ദിവസത്തേക്കെങ്കിലും ശ്രുതി വറച്ചട്ടിയിലും രേവതി സ്വർഗത്തിലുമായിരുന്നു. ചന്ദ്രമതിയുടെ ഈ സ്വഭാവം വെച്ച് എല്ലാം മാറിമറിയാൻ അധികം സമയമൊന്നും വേണ്ട അല്ലേ? കാത്തിരുന്നു തന്നെ കാണാം. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുമല്ലോ.